ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് നഗരസഭ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ മണ്ണാർക്കാട്ടെ SC/ST സ്പെഷ്യൽ കോടതി ഇന്ന് പരിഗണിക്കും. ജോലി വാഗ്ദാനം ചെയ്ത് ഒരു ദലിത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് പ്രശോഭ് മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നത്. പ്രതി ഇപ്പോഴും ഒളിവിലാണ്. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷാരി, ഗുഡ് മോർണിംഗ്. പ്രതിയെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണോ വിവരം? ഗുഡ് മോർണിംഗ് SK. പ്രതിയെ ഇപ്പോഴും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ദലിത് യുവതി നൽകിയ പീഡന പരാതിയിലാണ് പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സൻ 2 ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാട്ടെ ഒരു അഭിഭാഷകൻ മുഖേന മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിന് ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജി ഇന്ന് രാവിലെയോടെ കോടതി പരിഗണിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഈ ഹർജി തള്ളാനും സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം പ്രശോഭിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. കാരണം SC/ST അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രശോഭിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം ഹർജി തള്ളാനാണ് സാധ്യത. അത്തരത്തിൽ ഹർജി തള്ളിയാൽ പ്രശോഭ് ഒന്നില്ലെങ്കിൽ കീഴടങ്ങുകയോ അല്ലെങ്കിൽ പ്രശോഭിനെ പോലീസ് വലവിരിച്ച് അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ ഒരു പ്രശോഭ് വത്സന്റെ ഈ ലൈംഗിക പീഡന പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. കാരണം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് വേളയിലും ഇത്തരം കാര്യങ്ങൾ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കാരണം ഇതിനെ പ്രതിരോധിക്കണം, കാരണം ഇതിനുള്ള ഉത്തരങ്ങൾ പറയേണ്ടി വരുന്നത് എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. പ്രാഥമിക അംഗത്തിൽ നിന്ന്, അതായത് ഈ പരാതി വന്നതോടെ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പ്രശോഭ് സി വത്സനെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന്. അപ്പോൾ ഇന്ന് രാവിലെയോടെയാണ് ഈ ഹർജി പരിഗണിക്കുക. രാവിലെ 11 മണിയോടെയാണ് മണ്ണാർക്കാട്ടെ SC/ST സ്പെഷ്യൽ കോടതി പ്രശോഭ് സി വത്സൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുക. SKN. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.